ഒരു ചോദ്യം. കാട്ടിലെ രാജാവാരാ? സിംഹം. സിംഹം ഏറ്റവും വലിയ മൃഗമാണോ? ആന അതിനേക്കാൾ വലുതല്ലേ? സിംഹം ഏറ്റവും വേഗതയുള്ള മൃഗമാണോ? ചീറ്റ അതിനേക്കാൾ വേഗത്തിലോടില്ലേ? നീ അതല്ല, ഏറ്റവും ബുദ്ധിയുള്ള മൃഗമാണോ? പിന്നെ എന്താ എല്ലാവരും സിംഹത്തെ നോക്കി രാജാവ് എന്ന് വിളിക്കുന്നത്? ഒരേ ഒരു കാരണം, ആറ്റിറ്റ്യൂഡ്, മനോഭാവം. സിംഹം ആനയെ കാണുമ്പോ ഇത് എന്നെക്കാൾ വലുതാണല്ലോ എന്ന് ചിന്തിക്കാറില്ല. അത് ചിന്തിക്കുന്നത് എനിക്ക് വേട്ടയാടാൻ പറ്റിയത് എന്ന. അതാണ് വ്യത്യാസം. വിജയികളെ വേർതിരിക്കുന്നത് ഒരിക്കലും കഴിവല്ല, സാഹചര്യങ്ങളുമല്ല, ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ സിംഹമാണോ അതോ മാൻപേടയോ? മാൻപേടയെ ശ്രദ്ധിച്ചിട്ടില്ലേ? മാൻപേട ഓടുന്നത് സിംഹം പുറകെ വരുമ്പോൾ മാത്രം, അതായത് ഭയം വരുമ്പോൾ മാത്രം, ആരെങ്കിലും തള്ളുമ്പോൾ മാത്രം, ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രം. പക്ഷേ ലയൺ, സിംഹം, അതാരും കൈയടിക്കാൻ കാത്തു നിൽക്കാറില്ല, ആരും പ്രോത്സാഹിപ്പിക്കാൻ കാത്തു നിൽക്കാറില്ല. അതിനൊരൊറ്റ സ്വഭാവമേ ഉള്ളൂ, അറ്റാക്ക്. കാരണം സിംഹം വിജയത്തെ മാത്രം സ്നേഹിക്കുന്നില്ല, ആ വിജയത്തിലേക്കുള്ള യാത്രയെയാണ് സിംഹം എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ക്ഷീണിച്ചാലും വീണാലും പരാജയപ്പെട്ടാലും അത് വീണ്ടും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഇപ്പോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എത്ര തവണ നിങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്? ഇന്ന് മൂടില്ല, നാളെ തുടങ്ങാം, സമയം ശരിയാകട്ടെ. ബട്ട് ഇതോർക്ക്, ഇങ്ങനെയാണ് സ്വപ്നങ്ങൾ മരിക്കുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ ജീവിതം ഒരിക്കലും വ്യക്തമായിരിക്കില്ല. പക്ഷേ ഒരു ദിവസം അവിടെ എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ പോരാട്ടങ്ങളാണ് നിങ്ങളെ രാജാവാക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഭയത്തെ വിശ്വസിക്കരുത്, നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പിന്തുടരരുത്, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ പിന്തുടരുക. ഇന്ന് ഇവിടെ ഈ നിമിഷം നിങ്ങളോട് ഒരു പ്രഖ്യാപനം നടത്തുക. ഞാൻ മാൻപേടയായിട്ട് ജീവിക്കില്ല, ഇറ്റ്സ് ഓവർ, ഖലാസ്. കാരണം ഇനി മുതൽ ഞാൻ എക്സ്ക്യൂസ് പറയില്ല, ഞാൻ കാത്തിരിക്കില്ല. ഐ വിൽ ഗോ ഓൺ അറ്റാക്ക് മോഡ്. എന്റെ ലക്ഷ്യം കിട്ടുന്നത് വരെ ഞാൻ നിർത്തില്ല. ബിക്കോസ് എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ അധ്യായം ഇറ്റ്സ് നോട്ട് എറ്റ് റിട്ടൺ, എഴുതിയിട്ടില്ല. സോ ഫോർ യു, ഗെറ്റ് അപ്പ്, എഴുന്നേൽക്ക്, അറ്റാക്ക്, പോരാട്. വീണാൽ വീണ്ടും സടകുടഞ്ഞെഴുന്നേൽക്ക്. ബിക്കോസ് രാജാക്കന്മാർ ഒരിക്കലും ജനിക്കുന്നില്ല, അവർ ഓരോ ദിവസവും അവരുടെ മനോഭാവം കൊണ്ട് സ്വയം സൃഷ്ടിക്കുന്നതാണ്.